നിങ്ങളും ഒപ്പം തന്നെ പ്രേക്ഷകരൊക്കെയാണ് ഞങ്ങളുടെ ബാക്കി ഇതിൻ്റെ വിധി നിർണ്ണയിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ആക്ടേഴ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ്. ആദ്യം ടെക്നീഷ്യനായിട്ട് നിന്ന് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിൻഡോ ഡേവിഡ്. ഞാനാണ് എൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. എഡിറ്റിങ്ങും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേരുകൾ ഇപ്പം നമ്മൾ പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ എല്ലാവർക്കും സമയപരിമിതി മൂലം നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിലാദ്യം നമ്മുടെ നായകൻ അങ്ങനെ രണ്ടുപേരാണ് ഇരിക്കുന്നത്. സിൻസിയർ നായക സ്ഥാനത്ത് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഡയാന ഹമീദ് നിങ്ങളെല്ലാവരും അറിയുന്നതായിരിക്കും. നായിക ക്രിസ് വേണുഗോപാൽ നിങ്ങൾ പല സ്ഥലങ്ങളായിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സിനിമയിൽ വലിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ്. അതിനടുത്തിരിക്കുന്നത് അഖിലേഷ് തയ്യൂര്. ആള് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബോംബർശ്രീ അങ്ങനെയുള്ള കോമഡി പ്രോഗ്രാമുകളിലൂടെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം രണ്ടുപേരാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാളാണ്. ഒപ്പം തന്നെ ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്നത് പ്രമോദ് പടിയത്ത്. എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഒരുപാട് സിനിമകൾ മനസ്സിനൊക്കെ അതാണ് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് സിനിമ അയാൾക്ക് അത് എഴുതുകയാണ് എന്നുള്ള സിനിമയിലാണ് ആളുടെ തുടക്കം. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് പടങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതിലൊരു മുഴുനീള ക്യാരക്ടർ ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അപ്പുറത്തിരിക്കുന്നതാണ് ജോയി കാഞ്ഞിരത്തിങ്കൽ ജോസ് എന്ന് പറയും. നമ്മുടെ പ്രൊഡ്യൂസർമാർ 4 പേരാണ്. ഇന്ത്യ സ്നേഹ പ്രൊഡക്ഷൻസ് എന്നാണ് നമ്മുടെ ബാനറിൻ്റെ പേര്. അതിൽ 4 പേരിൽ ഒരാളാണ് ജോയി കാഞ്ഞിരത്തിങ്കൽ ജോസ്. രണ്ടാമത്തെ ആളാണ് ജോമോൻ ജോസ്. 2 പേരും കൂടി ഉണ്ട്. ബിജോ തോമസ് തട്ടിലും അതുപോലെ പീറ്റർ വർഗീസ്. 2 പേരും അവർ കാനഡയിലാണ്. ഇവർ 4 പേരും കാനഡയിൽ തന്നെയാണ്. ഇപ്പോൾ ഇവർ നമ്മുടെ സിനിമയിലെ റിലീസിനുമായിട്ട് നാട്ടിലെത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ ബാക്കി തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഞാൻ എൻ്റെ ഇൻട്രോ പറഞ്ഞു മാത്രം. എൻ്റെ പേര് സിൻസിയർ, ഫോർട്ട് സ്വദേശിയാണ്. ഇത് എൻ്റെ 4ാമത്തെ മൂവിയാണ്. ഞാൻ സോളോ ലീഡ് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിം. ഒരുപാട് സന്തോഷമുണ്ട്. ഹലോ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോ ഇത്രയും അപ്പൊ ഒന്നുകൂടി പറയാം. എൻ്റെ പേര് സിൻസിയർ. ഞാൻ ഫോർട്ട് സ്വദേശിയാണ്. ഇതെൻ്റെ 4ാമത്തെ മൂവിയാണ്. ഞാൻ സോളോ ലീഡ് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് ഫിലിം. സോ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിൽ. ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂവി ഏറ്റവും അധികം അടുത്ത ദിവസത്തിൽ തന്നെ തിയേറ്ററിലെത്തും. നമ്മളിപ്പോൾ നോക്കുന്നത് അറൗണ്ട് 30th തിയേറ്റർ റിലീസ് എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. സോ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹലോ, ഞാനിതില് സെക്കൻഡ് ലീഡ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സീനിൽ 2 സീനിലൊക്കെ വന്നു പോകുന്ന 1-2 ഡയലോഗുള്ള ക്യാരക്ടറുകളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ മലയാള സിനിമയിൽ നയൻതാരന് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയത് ഇദ്ദേഹമാണ്. വേണ്ട ക്യാപ്ഷൻ കിട്ടിയില്ലേ? നിർഭാഗ്യവശാൽ ആ സീനിൽ കുറച്ച് കട്ട് ചെയ്ത് പോയിട്ട് ഒരു വൈറ്റ് ഷോട്ട് മാത്രമാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സിനിമാ ജീവിതം വരുന്നത്. പിന്നെ ഈ സിനിമയിലേക്ക് വന്നിട്ടുള്ളത് സൗഹൃദത്തിൻ്റെ ഒരു പുറത്താണ്. അപ്പോൾ ഒരുപാട് 100-ലധികം ഓഡീഷനുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇതിങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ സിൻഡോ ഡേവിഡ് എന്ന് പറയുന്ന സംവിധായകനായിട്ടുള്ളൊരു സൗഹൃദങ്ങൾ, അതിൻ്റെ ഒപ്പം ഞങ്ങൾ കുറേ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നൊരു സൗഹൃദം കൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമയിലേക്ക് എത്തി നിൽക്കുന്നത്. ഒപ്പം തന്നെ ഞാനിതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ സിൻസിയർ, നായകനായിട്ടുള്ള സിൻസിയർ ചെയ്തിട്ടുള്ളത് ഒരു റിപ്പോർട്ടറുടെ റോളാണ്. അതിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ളൊരു ക്യാമറാമാൻ്റെ വേഷമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. നേരത്തെ അഖിലേഷ് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. അഖിലേഷിൻ്റെ 2ാമത്തെ സിനിമയാണിത്. ആദ്യത്തെ സിനിമ തൃശ്ശൂർ പൂരം എന്ന സിനിമയിൽ ഒരു പൊടിയൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ ക്യാരക്ടറാണ് അഖിലേഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്നത്തെ സൈസ് നല്ല തടിച്ചിട്ടുള്ള ഒരു സൈസായിരുന്നു. അത് ഇന്നൊരു 10-12 കിലോ കുറച്ചിട്ടാണ് 20
20 കിലോ കുറച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഒരിക്കൽ കൂടെ പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഇതിൽ അവസരം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മെയിൻ സ്ട്രീമിൽ നിന്നുള്ള ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ സിൻഡോ ഡേവിഡ് എന്ന് പറഞ്ഞ സംവിധായകനെ സംബന്ധിച്ചിട്ടായാലും ഞങ്ങളുടെ ബാക്കി വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾക്കായാലും ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ദൃശ്യമാധ്യമം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് എങ്ങനെ പോയാലും പ്രേക്ഷകനെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുന്ന സിനിമ ആയിരിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പുറത്ത് അദ്ദേഹം ഒരിക്കലും സിഗരറ്റ് വലിക്കുക, അതുപോലെ മദ്യപിക്കുക, അങ്ങനത്തെ ശീലമുള്ള ആളല്ല. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മദ്യത്തിനെതിരെ, അതുപോലെ മയക്കുമരുന്നിനൊക്കെ എതിരെയായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു രംഗങ്ങളിൽ പോലും ഞങ്ങള് പുകവലിക്കുന്നതോ മദ്യപിക്കുന്നതായിട്ടുള്ള ഒരു രംഗം പോലും ഈ സിനിമയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരെന്നോ പുകവലി ആരോഗ്യത്തിന് ഹാനികരെന്നോ എഴുതി കാണിക്കേണ്ടി വന്നിട്ടില്ല. അതൊരു എന്താ പറയുക, ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകും എന്നുള്ളൊരു ഒരു വിശ്വാസമുണ്ട്. പിന്നെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോ സിനിമ നിൽക്കുന്നത് നിങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ വലിയൊരു സപ്പോർട്ടിന്റെ പുറത്ത് തന്നെയാണ്. അപ്പൊ ഒരുപാട് ആളുകൾ നിങ്ങളുടെയൊക്കെ റിവ്യൂസ് കണ്ടിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ടൊക്കെ തന്നെയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പൊ ഞങ്ങളെ പോലെ ഒരു പുതിയ കുറെ ആളുകൾ പുതിയതായിട്ട് മലയാള സിനിമയിലേക്ക് കാലെടുത്ത് കുത്തുന്ന ഒരു പുതിയ ടീം, എന്നാൽ കുറെ കാലങ്ങളായിട്ട് സിനിമയുടെ പുറകിലും മുന്നിലൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെ. അപ്പൊ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. നമ്മുടെ സിനിമയുടെ എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പോൾ റിലീസിനോട് അനുബന്ധിച്ച് നിൽക്കുകയാണ്. എൻ്റെ പേര് അഖിലേഷ് എന്നാണ്. ഈ സിനിമയുടെ 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ് ഞാൻ. സഞ്ജു ഇളവള്ളി, എൻ്റെ അഖിലേഷ് തയ്യൂർ. ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിതിലൊരു വേഷം അഭിനയിക്കുന്നുണ്ട്. ഗിരി എന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഈ സിനിമ ഒരു പ്രത്യേക ജോണറിൽ പെടുത്താൻ പറ്റിയൊരു സിനിമയല്ല. അതായത് എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെന്റ്സും വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു ഫാമിലി മൂവിയാണ്. നേരത്തെ ഡയാന സൂചിപ്പിച്ച പോലെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ടൈറ്റിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ചാനൽ പശ്ചാത്തലമുള്ള മൂവിയാണ്. ഒരുപാട് ചാനൽ മൂവികൾ നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. റൺ ബേബി റൺ തുടങ്ങിയിട്ടുള്ള കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും, കോമഡിയും ചെറിയ പ്രണയവും സെന്റിമെന്റ്സും ഒരു ത്രില്ലിംഗ് മൂഡും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങളും ഒട്ടനവധി പുതുമുഖങ്ങളും ഉണ്ട്. കുറേ പുതുമുഖങ്ങൾക്ക് ഈ സിനിമയിലൂടെ അവസരം ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല 4 പാട്ടുകൾ നമുക്കുണ്ട്. അതിലൊരു പാട്ട് മധുബാലകൃഷ്ണൻ ചിത്രാരുണും കൂടി പാടിയ പാട്ടാണ്, കുന്തിമണി എന്നുള്ള പാട്ട്. അത് ഞാൻ പറഞ്ഞു ശരിയില്ല. അപ്പോൾ ആ പാട്ടില് പാടി അഭിനയിക്കാനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇതില് ഡയാനയ്ക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഡയാനയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ പാട്ടിന്റെ സീനിൽ. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ പാട്ട് നമ്മുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായിട്ടുള്ള ജോമോൻ ചേട്ടൻ എഴുതിയ ഒരു പാട്ട് ഉണ്ട്. ആ പാട്ട് നമ്മുടെ അരവിന്ദ് നായരാണ്, നമ്മുടെ സ്റ്റാർ സിംഗറിലൂടെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അരവിന്ദ് നായരാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ വേറെ 2 പാട്ടുണ്ട്. ഒരു പാട്ട് ഒരു റാപ്പ് മോഡുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് ഞാൻ തന്നെയാണ്, വിചാരിതമായി എഴുതിയതാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പാട്ട് ആവശ്യം വന്നപ്പോൾ അതിലൊരു റാപ്പ് മോഡുള്ള ഒരു പാട്ട് ഞാൻ എഴുതി. അത് പാടിയിട്ടുള്ളത് പ്രമോദേട്ടനാണ്. പിന്നെ വേറൊരു പാട്ട് മണിച്ചേട്ടനെ പറ്റിയുള്ള, മലയാളികൾക്ക് ഇന്നും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് കലാഭവൻ മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടനെ പറ്റിയുള്ള ഒരു പാട്ടും കൂടിയുണ്ട്. അപ്പം അത് പാടിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് സരീഷ് എന്ന് പറഞ്ഞ പുതുമുഖമാണ്. ഈ ചിത്രത്തിലെ കുഞ്ഞിമണി എന്ന പാട്ട് എഴുതിയിട്ടുള്ളത് സരീഷാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മുടെ സിനിമ ഭയങ്കര സമ്പന്നമാണ്. ഇനി ആ സിനിമ നിങ്ങളാണ് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം എല്ലാവരും സിനിമ കണ്ട് ഈ ഒരു ടീമിനെ പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് എല്ലാത്തരം സിനിമകളെയും
ഏറ്റെടുക്കുന്ന ഒരു പ്രേക്ഷകർ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം തന്നെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ലേറ്റായി വന്നതിൽ ഐ എം റിയലി സോറി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ പക്ഷെ എല്ലാവരും വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഇത്രയധികം ആൾക്കാർ വന്നതല്ലേ, ഇത്രയധികം ചാനൽസ് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ശരിക്കും വിളിച്ചു പറഞ്ഞു, എന്നോട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്, പെട്ടെന്ന് വായോ. അപ്പോൾ പിന്നെ സംഭവ സ്ഥലത്ത് നിന്നും ഇതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പ്രോമിനൻറ്റ് ഫീമെയിൽ വേഷം ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ കഥാപാത്രമാണ്. അത് ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ക്യാരക്ടറിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് എൻ്റെ വാക്ക് പറയാം. അതായത് ഒരു തമിഴ് കുടുംബ പശ്ചാത്തലമുള്ള, എന്നാൽ കേരളത്തിൽ വന്ന് ജീവിക്കുന്ന വളരെ ബോൾഡായിട്ടുള്ള, ബോൾഡ് ഇൻ ദ സെൻസ് വളരെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കഥാപാത്രമാണ്. ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നല്ല കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ചിത്രം സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രം നിങ്ങൾക്ക് അറിയുന്ന ഒരു ഐഡിയ കിട്ടും. നിങ്ങളെപ്പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ മീഡിയ മേഖലയിൽ, മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ. അതിലൊന്ന് സിൻസിയറാണ് അവതരിപ്പിക്കുന്ന അല്ലേ കഥാപാത്രം. പിന്നെ പ്രമോദേട്ടനുണ്ട്. അപ്പോൾ ഇവരുടെ കരിയറിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയുടെ വഴികളിൽ ഇവർ കാണുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ്. ചെറിയൊരു ത്രില്ലിംഗ് മൂഡ് അല്ലെങ്കിൽ ചെറിയൊരു ത്രില്ലറാണ് എന്ന് പറയാം. മറ്റു ത്രില്ലർ മാത്രമല്ല, എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ചിത്രമായിരിക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് തൃശ്ശൂരായിരുന്നു ഷൂട്ട്. തൃശ്ശൂർ വന്ന ഇവരുടെ കൂടെ ഏകദേശം 3-4 ദിവസം നമുക്ക് ഷൂട്ടുണ്ടായിരുന്നു. ഒരു ബഹളവും ഇല്ലാണ്ട് വളരെ സമാധാനത്തിൽ വളരെ സന്തോഷത്തോടെ ഞാൻ വർക്ക് ചെയ്ത് പിരിഞ്ഞ ഒരു സിനിമയാണിത്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, സിന്ധു ഇവരുടേതായ രീതിയിൽ എല്ലാവരും കലാകാരന്മാരുണ്ട്. പ്രത്യേകിച്ച് അഖിലേഷ് ചേട്ടനൊക്കെ നമുക്കറിയാം, എഴുത്തുണ്ട്, നന്നായിട്ട് പാടും, മിമിക്രി ഉണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നിങ്ങളെല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളിലൂടെയാണ് നമ്മുടെ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചാനലിലൂടെ നല്ല റീച്ചോട് കൂടി ചിത്രം പല വ്യൂവേഴ്സിലും എത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അത്രയൊക്കെയാണ് എനിക്ക് നമ്മുടെ ചിത്രത്തെക്കുറിച്ചും നമ്മുടെ ക്രൂവിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത് അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ കമ്മിങ്. അപ്പോൾ താങ്ക് യു. പിന്നെ ഒരുപാട് ഫാമിലിയർ ഫേസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും കാണുന്ന ഒരുപാട് പരിചയമുള്ള നല്ല ഫേസസ് ഉണ്ട്. വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു. ഈ സിനിമയുടെ സംഭവസ്ഥലത്ത് നിന്നും പറയുകയാണെങ്കിൽ ശരിക്കും ഒത്തിരി ക്ലോസ് ടു ഹാർട്ട് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ 22ാമത്തെ മൂവിയാണ്. ഒരു പക്ഷേ ഷേപ്പ് മാറുന്ന കാരണം ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഓരോ സിനിമയിലും ഓരോ ഷേപ്പായത് കാരണം അതങ്ങനെ പോകുന്നു. ശബ്ദത്തിൻ്റെ മേഖലയിലായിരുന്നു, ഒരു 14 കൊല്ലം ശബ്ദത്തിൻ്റെ മേഖലയിലായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അത് വേറെ ഈ മൂവിയുടെ ഒരു പല ജോണർ പറഞ്ഞു, ഇപ്പം നേരത്തെ പറഞ്ഞ പല ജോണേഴ്സ് ടച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എവിടെയോ ഒരു ചെറിയ ഒരു പോയിന്ററും കൂടെ വരുന്നുണ്ട്. ആ പോയിന്റർ വരുന്നത് എൻ്റെ സൈഡിൽ നിന്ന്, എൻ്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു പ്രാക്ടീസിങ് ലോയറാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുനിസെഫിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 66 ലക്ഷം പെൺകുട്ടികളും 88 ലക്ഷം ആൺകുട്ടികളും എല്ലാ വർഷവും മിസ്സിങ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ കുട്ടികൾ എവിടെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പല മേഖലകളിലേക്കും, അതായത് ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും, അത് ഫ്ലഷ് ട്രേഡ് ഉൾപ്പെടെ ടെററിസം ഉൾപ്പെടെ പോകുന്ന ആൾക്കാരാണ്. ഇതെവിടെയോ ഒരു ആംഗിൾ അങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ വന്ന സമയത്ത് ആ ക്യാരക്ടർ ഒത്തിരി അഭിനയിക്കാൻ ആഗ്രഹിച്ച എൻ്റെ അമ്മാവൻ്റെ പേരാണ് ആ ക്യാരക്ടർ. വെങ്കടേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പത്മശ്രീ വെങ്കടേശ്വരായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം ആഗ്രഹിച്ചതിൻ്റെ ഒരു ബാക്കി പത്രം പോലെയും, പിന്നെ എല്ലാവരും സുഹൃത്തുക്കളായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതും, തൃശ്ശൂരുള്ള മനയിൽ വർക്ക് ചെയ്യുമ്പോഴും, അതല്ലാതെ പിന്നെ രണ്ടാമത്തെ ഷൂട്ടിന് വരുമ്പോഴൊക്കെ എനിക്കതൊരു ഹോം കമ്മിങ് പോലെ. ഞാൻ ഒരിക്കലും ഇപ്പോൾ ഈ 22 സിനിമ എന്ന് പറയുന്നത് തെലുങ്കും തമിഴും മലയാളവും ഉൾപ്പെടെയുള്ള സിനിമകളാണ്. അപ്പം അതിൽ എനിക്ക് ഒരു ഹോംലി ഫീൽ കിട്ടിയിട്ടുള്ള ഒരു മൂവിയും കൂടിയാണ്.
തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഈ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് ആയാലും ശരി, തീം അല്ലെങ്കിൽ സ്റ്റോറി വൈസുള്ള പല ജോണേഴ്സ് ടച്ച് ചെയ്തു പോകുന്നതായാലും ശരി, ഇതെല്ലാം ശരിയായ രീതിയിൽ സിനിമയിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം, കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇങ്ങനൊരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് റിയലി ഓണർ. താങ്ക് യു വെരി മച്ച്. ആർട്ടിസ്റ്റോട് ചോദിച്ചാലും പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ സിനിമാ നടിയാണ്, സിനിമാ നടനാവണം എന്നൊക്കെ. ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതാണ് ഒരു ഡ്രീം. ഇപ്പോൾ ഡയനയുടെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട്, സീരിയൽ ചെയ്യുന്നുണ്ട്, വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ്, സിനിമ. കരിയർ കൃത്യമായിട്ട് സിനിമ നോക്കാതെ എല്ലാത്തിലും പർട്ടിക്കുലർ നോക്കാതെ എല്ലാം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യുക കരിയർ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയുള്ളൊരു ഉപദേശം കിട്ടിയിട്ടുണ്ട്, സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നൊക്കെ. അത് തീർച്ചയായിട്ടും ഒരു വെൽവിഷറിന്റെ ഉപദേശമാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ളത് സ്പ്ലിറ്റ് ആയിരിക്കുവാണ്. നമുക്കൊരു വൈഡ് നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഓൺലൈൻ മീഡിയാസിനുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിനുണ്ട്, OTT പ്ലാറ്റ്ഫോംസിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത്. ടെലിവിഷനിൽ അതൊരു വേറെ ടൈപ്പ് ഓഫ് വ്യൂവേഴ്സാണ്, കുടുംബ പ്രേക്ഷകരുണ്ട്. അപ്പോൾ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആങ്കറായിട്ടോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിൽ ആർട്ടിസ്റ്റായിട്ടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് അവിടെ ഒരു സെറ്റ് ഓഫ് വ്യൂവേഴ്സിന് ലഭിക്കുന്നു. പിന്നെ സിനിമ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മുടെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യവും സ്വപ്നവുമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് സിനിമകളും ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിന് പകരം പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ജോലി നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഒരു ബോറിംഗ് അല്ലാണ്ട് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ ഐ എം ഡൂയിങ് റൈറ്റ് നൗ. സോ അങ്ങനെ ഒരു താളത്തിൽ ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സിനിമാ താരം വേറെ ആൾ പറഞ്ഞ് ചോദിക്കുന്നതാണ്, അതായത് കുറച്ചധികം റോള് കിട്ടിയത് മുഴുവൻ നെഗറ്റീവ് കഥാപാത്രങ്ങൾ. അതായത് ഇപ്പം ഷോർട്ട് ഫിലിമിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുറേ അധികം സിനിമ ഷോർട്ട് ഫിലിം കണ്ടതൊക്കെ നെഗറ്റീവാണ്. അപ്പൊ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നിയെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള അത് കുഞ്ഞു ഷോർട്ട് വീഡിയോസ് അല്ലേ. അപ്പം നമുക്ക് ഒരു ദിവസം തന്നെ കുറേ കണ്ടന്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഷെയ്ഡുള്ളത് കൊണ്ട് അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ എന്തായാലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സിനിമയിൽ വർക്ക് ചെയ്ത കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുകൾ ചെയ്തിട്ടില്ല. അതെ, ഇതിനകത്ത് ഇപ്പം മീഡിയ റിലേറ്റഡ് ഒരു കണ്ടന്റ് വരുന്നതാണല്ലോ. അപ്പൊ അതിനകത്ത് എങ്ങനെയാ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ ആണോ, എങ്ങനെയാ? റിപ്പോർട്ടർ അല്ല ഞാൻ ആക്ച്വലി. ഇപ്പൊ നമ്മുടെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആക്ച്വലി സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ മെയിനായിട്ട് റിപ്പോർട്ടറായിട്ടൊക്കെ എനിക്കൊരു ചോദ്യം, ഈ വീണ്ടും അത് എന്റെ അടുത്ത് കഴിഞ്ഞ വീക്കിലെ പ്രോഗ്രാമിന് വായിച്ചിട്ട് പിന്നെ കയ്യിക്കിട്ട് പിന്നെ പഴക്കൊന്നും നോക്കിയിട്ട് വന്നിട്ട് ഇത്ര നേരം നല്ല റെസ്പോൺസ് അപ്പൊ സിൻസിയറും പ്രമോദനുമാണ് മീഡിയ പേഴ്സണാലിറ്റി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നത്. മീഡിയയുടെ കാര്യങ്ങളാണ്. ഒരു മീഡിയ ഇപ്പം പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മീഡിയ എത്രത്തോളമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ചില നെഗറ്റീവായിട്ട് ചെയ്യുന്നതും. ഇപ്പം നാരദ എന്ന സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് വശം എടുത്ത് കാണിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് സമൂഹം ഫേസ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണ് മീഡിയയെ കാണിക്കുന്നത്? നമ്മുടെ സിനിമയില് നോർമലി ഇപ്പൊ മലയാള സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ക്യാരക്ടേഴ്സിനോ അതല്ലെങ്കിൽ ഒരു മീഡിയ കൈൻഡ് ഓഫ് സ്റ്റോറീസിലോ ഒന്നും വന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. ഇത് കുറച്ച് ഒരു മൾട്ടി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറുമാണ്. എക്സാക്ട് ഒരു മീഡിയ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ മീഡിയ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്റ്റോറി ലൈനും അല്ല. നമുക്ക് കുറച്ചധികം എലമെന്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. വേറെ നേരത്തെ ഇപ്പൊ ക്രിസ്യേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല ഇഷ്യൂസും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു മീഡിയ പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ആയിരിക്കാം. ബട്ട്
നമ്മളപ്പോഴൊക്കെ ഈ ഏത് വിഷയത്തെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ വിഷയത്തിന് ഫോക്കസ് കൊടുത്തിട്ട് ആ വിഷയത്തിന്റെ ആധികാരികത എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് സിനിമയിൽ ഇപ്പൊ മീഡിയ എന്ന് പറയുമ്പോൾ ഷോയിൽ തന്നെ മലയാളികൾക്ക് പ്രിയങ്കരമായ ഒരു നടിയാണ്. എപ്പോഴും സ്ട്രഗിളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ ക്യാരക്ടേഴ്സ് കിട്ടാനായിട്ട്? ഞാനെപ്പോഴും എനിക്ക് അനുയോജ്യമായ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഇതിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു മൂവീസ് അറൗണ്ട് 30 മൂവീസ് പ്ലസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഇപ്പം നമ്മുടെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രത്തിനടക്കം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കുള്ളത് എനിക്ക് ചേർന്നത് എപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന, പരിശ്രമം, ഭാഗ്യം ഇതെല്ലാം കൂടെ ഒത്തു വന്നാലല്ലേ കിട്ടത്തുള്ളൂ. എനിക്കങ്ങനെ പരാതികളൊന്നും ഇല്ല. സോ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും കിട്ടിയതിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്, ഓക്കെയാണ്. പിന്നെ തീർച്ചയായിട്ടും അത് നമ്മൾ എപ്പോഴും ആണോ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഗംഭീരമായിട്ടാണ് ആള് ആ ഭാഗങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബ്രേക്കിംഗ് ആയിരിക്കുന്നുള്ളത്. താങ്ക് യു. അല്ല, നല്ലൊരു കഥാപാത്രം ലഭിക്കാനായിട്ട് ഞാൻ ആക്ച്വലി അത് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ക്യാരക്ടർ തമിഴ് ഞാൻ പറയാം കുടുംബ പശ്ചാത്തലമല്ല, എന്നാൽ മലയാളം കേരളത്തിൽ താമസിക്കുന്ന തമിഴും മലയാളം കൂടെ ഇടകലർത്തി സംസാരിക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് പലരും നമ്മളൊപ്പം ഉള്ളവർ കണ്ട സമയത്ത് ചോദിച്ചു, ഡബിങ് ആള് നല്ല രസമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ലാങ്ങും തമിഴ് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിച്ചു, ഇത് ആളെന്നെയാണോ ഡബ് ചെയ്തത്, വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പം അല്ല, അത് ആളെന്നെ ചെയ്തതാണ്. ഓ ഗംഭീരമായിട്ടുണ്ടല്ലോ, നല്ല രസമായിട്ട് ആക്ടിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ആ ഡബിങ്ങിൻ്റെ ഇതിലും ആൾ ആ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് കാണാം. വയലൻസ് ഒത്തിരി നമുക്ക് കുറേ ഒരു എൻഗേജായി തോന്നുന്നൊക്കെ കുറച്ച് വയലൻസ് അല്ലെങ്കിൽ മദ്യം തീട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന കുറേ എൻഗേജഡ് ആക്കാനാണല്ലോ. ഇതൊന്നും ഇല്ലാതെ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ അതിനകത്തൊരു പടത്തിന്റെ ഒരു കളക്ഷനെ ബാധിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ലേ? ഇത് ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് വന്ന ഒരു ചർച്ച തന്നെയാണ്. കാരണം എല്ലാവരും എന്നോട് ചോദിച്ചു, നമുക്കിപ്പോൾ ഒരു സീൻ ലേഡീസ് ആണെങ്കിലും ടെൻഷൻ അടിച്ച് ഭയങ്കര ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ കയ്യിലൊരു ബീർ മുപ്പി കൊടുക്കാം, അപ്പോൾ അത് ഭയങ്കരമായിട്ട് രസം ഉണ്ടാവും എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, അതെനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതെൻ്റെ മാത്രം തീരുമാനമാണ്. ഞാൻ ഇത്രയും കാലം ജീവിച്ചപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ ടെൻഷൻസും പ്രശ്നങ്ങളും, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും അങ്ങനൊരു ലഹരി എനിക്ക് അതിനെ മറികടക്കാനായിട്ട് ആവശ്യം വന്നിട്ടില്ല. അപ്പം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനൊരു ടെൻഷൻ മറികടക്കാനായിട്ട് ആ സിറ്റുവേഷനിൽ അത് കാണിക്കാതെ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നിടത്താണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആദ്യ സിനിമയിൽ അങ്ങനെ ചെയ്യും, രണ്ടാമത്തേക്ക് നോക്കാം. ഞാൻ പറഞ്ഞു അത് എൻ്റെ തീരുമാനമാണ്. കാരണം ഞാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ, അപ്പോൾ അത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്നോ അങ്ങനെയൊന്നും ഞാൻ എടുത്തു പറയുന്നതല്ല, അത് ഓരോരുത്തർ പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻസ്പിറേഷൻ അതിന് കൊടുക്കരുത് എന്നൊരാഗ്രഹം. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പം ഞാൻ സിഗരറ്റ് വലിക്കില്ലെങ്കിലും ചില സിനിമകളിൽ നല്ല ഭംഗിയുള്ള ഷോട്ടായിരിക്കും, കണ്ടു കഴിഞ്ഞാൽ ആ പുക പോകുന്നത് കണ്ടായിരിക്കും എനിക്കൊന്ന് വലിച്ചു നോക്കിയാലൊന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു, ഞാനത് ട്രൈ ചെയ്തിട്ടില്ല മാത്രം. അപ്പോൾ വരുന്ന തലമുറകൾക്ക് അത് എൻ്റെ സിനിമയിലൂടെ തോന്നാം. അവർ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ സിനിമയിൽ കാണിച്ചില്ലെങ്കിലും അവരത് ഉപയോഗിക്കാതിരിക്കാം, അതൊക്കെ സാഹചര്യങ്ങളാണ്. പക്ഷെ എൻ്റെ സിനിമയിലൂടെ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഞാനതിപ്പോൾ എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, ഇതുവരെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ സെറ്റുകളിലാണെങ്കിലും ഇങ്ങനത്തെ പാർട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ ഷൂട്ട് സമയത്ത് ചിലപ്പോൾ സിഗരറ്റൊക്കെ വലിക്കുന്നവരുണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവർ വരെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തത്. ഒരാൾ പോലും സെറ്റിൽ വലിച്ചിട്ടില്ല. ഇനി വലിക്കണം തോന്നി അത്രയും ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് അകലെ പോയി നിന്ന് ആരും കാണാത്ത രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു ഇത് കണ്ടു. അപ്പോൾ അത് നമുക്ക് സന്തോഷം. കാരണം നമ്മളത് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നവരാണ് നമ്മുടെ ഒപ്പമുള്ളവരെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു.
ഇതിലെ കഥാപാത്രം ട്രെയിലറിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇറക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുന്നത് നമ്മുടെ ടോവിനോ തോമസിന്റെ ഒഫീഷ്യൽ പേജിലൂടെ ഇറക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ മറ്റന്നാളായിട്ട് അത് നിങ്ങളിലേക്ക് എത്തും, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ എത്തും. അത് കഴിഞ്ഞാൽ അതിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ മധുബാലകൃഷ്ണൻ പാടിയിട്ടുള്ള കുഞ്ഞിമണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നിങ്ങളിലേക്ക് എത്തും. അതിൻ്റെ തൊട്ടടുത്ത് അത് ദിവസങ്ങൾ നോക്കിയിട്ട് ബാക്കിയുള്ള പാട്ടുകളും എത്താമെന്നുള്ള രീതിയിലാണ് പനോറമ മ്യൂസിക്കാണ് നമ്മുടെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ നാളെ തന്നെ ട്രെയിലർ ഇറക്കണം എന്നുള്ള രീതിയാണ് വിചാരിച്ചിട്ടുള്ളത്. വിട്ടുപോയാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ട്രെയിലർ ഇറങ്ങും. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ ജോണറിനെ കുറിച്ചുമുള്ള ഒരു ഐഡിയ ട്രെയിലറിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ പാട്ട് ഇതുവരെ ഇറങ്ങാത്തോണ്ടാണ് ഞാൻ പാടാഞ്ഞത്. അത് അതുപോലെ മാത്രം മോണിറ്റർ ഒന്ന് നോക്കണം നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും പുള്ളി സംവിധായകനെയാണ് ശരിക്ക് വീക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷോർട്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് സാറിന്റെ കഴിഞ്ഞു. അപ്പൊ സാറിന് ഓക്കെ വണ്ടി വന്നിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ചു നേരം നമ്മുടെ സെറ്റിൽ ഇരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറെ നേരം ഇരുന്നു നമ്മളോടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് സെറ്റിൽ നിന്ന് പോയത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം ഞങ്ങളൊരു സിനിമയിൽ വന്ന് അഭിനയിച്ചു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, പിന്നെ സന്തോഷം തോന്നി. പരിചയമൊന്നും ഇല്ലാത്ത ഒരാള് സംവിധാനം ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടായോ? നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷന്റെ ഉണ്ടായിരുന്നു? പരിചയം എന്ന് വെച്ചാൽ ലാലു സാറിനെ മുന്നേ അറിയുന്ന ഒരു ഇതുണ്ട്. അദ്ദേഹം വന്നു ഷൂട്ട് സമയത്ത് ഞാൻ ബേസിക്കലി എഡിറ്ററാണെന്ന് മുന്നേ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം കറക്റ്റ് ഓർമ്മയില്ല, ഒരു 17 കൊല്ലത്തോളം ഞാൻ എഡിറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഷോർട്ട് ഫിലിംസ്, ആഡ് ഫിലിംസ്, അവർ ഡോക്യുമെൻ്ററീസ് അങ്ങനെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഡയറക്ഷൻ അറിയുന്നല്ല എങ്കിലും എങ്ങനെ ക്യാമറ വയ്ക്കും, എങ്ങനെ ഷൂട്ട് ചെയ്യിപ്പിക്കുന്നുള്ള ചെറിയൊരു അറിവ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസിലൂടെ കിട്ടിയ ഒരു ഇതുണ്ട്. അപ്പോൾ അതവിടെ വെച്ചു. എന്നിട്ട് ലാലു സാറൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖം ഉണ്ടായിരുന്നത് അവരൊക്കെ ഒപ്പമായിരുന്നു. കാരണം ഞാൻ ചെയ്ത് ശരിയാണോ എന്ന് എനിക്കോ എന്നോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ ലെജൻഡിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് സാറേ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ വേണം ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതിലേക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചാലോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. കാരണം അത്രയും സുഖമായിരുന്നു അത്രയും ലെജൻഡിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ഒരു ടേക്ക് കഴിയുമ്പോഴും ലാലു സാർ ഓക്കെ ആണോ എന്നല്ല ചോദിക്കുക, സിനിമയുടെ ഫേസ് നോക്കും, എന്നിട്ട് നമുക്കൊന്നുകൂടി പോവാം അല്ലേ, അത് ഓക്കെ ആണല്ലോ അല്ലേ? അത് ഈ പറഞ്ഞ കറക്റ്റാണ്. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ആ ഷോട്ട് ഞാൻ അവിടെ സ്ക്രീനിൽ കാണുകയാണ്, റിപ്പീറ്റ് ഇട്ട് കാണുന്ന സമയത്ത് ഇതിലൊരു മാറ്റം വരുത്തിയാലോ എന്നുള്ള ചിന്ത വരുമ്പോൾ അതിൽ വിളിച്ച് സാറേ നമുക്ക് പറഞ്ഞിട്ട് എടുത്താലോ എന്ന് പറയാൻ നമുക്കൊരു ചെറിയൊരു മടി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ മുഖത്ത് കാണുമ്പോൾ എൻ്റെ മുഖത്ത് കാണുമ്പോൾ ആ എക്സ്പ്രഷൻ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതേപോലെ നമുക്ക് പറഞ്ഞോടി പോകാല്ലേ, അതെ സാർ അങ്ങനത്തെ സപ്പോർട്ട് അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ലാൽ ജോസ് സാറ് ശരിക്കും സിൻഡോ ബ്രോനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ പുള്ളിയോട് പറയുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ ഒരുക്കപ്പെടുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ആലോചിച്ച് ഇയാളെ എങ്ങനെയാവും ഈ ആക്ഷൻ വിളിക്കാൻ പറ്റാണ്ട് ഇങ്ങനെയൊക്കെ തരുന്ന പുള്ളി, കാരണം പേടിയായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സിനിമ ഒരുപാട് ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ മേ ബി ഇനീഷ്യൽ പുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും, ബട്ട് കണ്ടന്റ് ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റീസെന്റ് തന്നെ 2-3 ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ കണ്ടു. ഒരു വീക്കിനുള്ളിൽ തന്നെ തിയേറ്റർ വാഷ് ഔട്ട് ആയിപ്പോയിട്ടായിരുന്നു. നേരെ മറിച്ച് അത്ര വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ പടങ്ങൾ കയറി തിയേറ്റർ സക്സസ് ആവുന്നത് നമ്മൾ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് തന്നെയാണ് താരം. നമ്മുടെ സിനിമ വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് പ്രസക്തമാണ്. സോ ആ നിലയിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങളാരും ഈ പറഞ്ഞ പോലെ സ്റ്റാർ കാസ്റ്റ് പരിപാടിയൊന്നും ഇല്ലാണ്ട് വന്നിട്ട് നിങ്ങളിത് കണ്ടേ മതിയാവും എന്നൊന്നും പറയണല്ല, റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് എത്രയും ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഇത് സോഷ്യലി റെലവെന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക, അതിലെന്താണ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുക, അത് മറ്റുള്ളവരിലോട്ട് അതല്ലെങ്കിൽ അടുത്തൊരു ജനറേഷനിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ആളുകളിലോട്ട് വിഷയങ്ങൾ റീച്ച് കൊടുക്കുക, റിക്വസ്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് കുറച്ച് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ കുറച്ച് കുറഞ്ഞ റോളൊന്നും ചെയ്യാൻ പോകാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഈഗോ കാണിക്കാറുണ്ടോ? അല്ലല്ല, പൊതുവെ താരങ്ങളുടെ ഒരു പൊതുവെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് അത് ഏറെക്കുറെ എല്ലാവരും കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും.
പിന്നെ അവർ ചിന്തിക്കുമായിരിക്കും ഇപ്പം നമ്മൾ ഈ ഒരു റേഞ്ചിലുള്ള റോൾസ് ചെയ്തു, അപ്പം അതുപോലുള്ള റോൾസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കരിയർ നല്ലത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് വാട്ട് ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ പ്രശസ്തി അത്രയും ലഭിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ സാലറി അത്ര കിട്ടുന്നതായിരിക്കില്ലായിരിക്കാം, പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വ്യക്തിപരമായ കാര്യമാണ്. ഒരുപക്ഷെ അവർക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ വ്യക്തിപരമായ ഒരു തീരുമാനവും ഒക്കെയാണ് അല്ലേ. നോട്ട് ചെയ്യാൻ വേണ്ടിയല്ല, എല്ലാവരും എടുക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് ആഫ്രിക്കയ്ക്ക് എടുക്കണ്ടായി. എന്തോ ഒരു ഭീഷണി ഉണ്ട് ഞങ്ങൾക്ക്.